Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് ഒക്ടോബർ 30th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് 4 സബ്ജക്ട്സിന്റെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ് ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. സോ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ് ഒക്കെ 10-11 സെഷൻ കൊണ്ട് മുഴുവൻ പേപ്പർ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ മുഴുവൻ ടോപ്പിക്സ് കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് ഒന്ന് നോക്കി വയ്ക്കുക. 2 മാർക്സിൻ്റെ നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതിൻ്റെ ലിമിറ്റേഷൻസ് ഇതൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് എന്നും കൂടി വേണമെങ്കിൽ പറയാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, ഫിനാൻഷ്യൽ അനാലിസിസ് എന്താണ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിലുള്ളതാണ് എക്സ്റ്റേണൽ അനാലിസിസ്. എക്സ്റ്റേണൽ അനാലിസിസ് എന്താണ്, ഇൻറ്റേർണലും ചോദിക്കാറുണ്ട് എക്സ്റ്റേണലും ചോദിക്കാറുണ്ട്, അത് നോക്കണം. പിന്നെ ഇന്റർഫേം കമ്പാരിസൺ എന്താണ്, ഇന്റർഫേം കമ്പാരിസൺ എന്താണ്, അതുപോലെ തന്നെ ഇൻട്രാഫേം അനാലിസിസ് ഇതിലേതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. ഇൻട്രാഫേം അനാലിസിസ് എന്താണ്, അപ്പം ഇൻട്രഫേമും ഇൻട്രാഫേമും ചോദിക്കാറുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, ഫിനാൻഷ്യൽ അനാലിസിസ്, എക്സ്റ്റേണൽ അനാലിസിസ്, ഇൻറ്റേർണൽ അനാലിസിസ്, ഇൻറ്റർഫേം, ഇൻട്രാഫേം ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. നെക്സ്റ്റ് ട്രെൻഡ് അനാലിസിസ് എന്താണ്, പിന്നെ നെക്സ്റ്റ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഇതിലേതെങ്കിലും ഒരെണ്ണം. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കണ്ടുവരാറ്. നെക്സ്റ്റ് കോമൺ സൈസിൻ്റെ കൂടെ തന്നെയുള്ളതാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്താണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം കേട്ടോ. ട്രെൻഡ്, കോമൺ സൈസ്, കമ്പാരിറ്റീവ്. ഇനി നെക്സ്റ്റ് റേഷ്യോയിൽ നമുക്കറിയാം ഒരുപാട് റേഷ്യോസ് ഉണ്ട്. അതിലേതെങ്കിലും 1-2 റേഷ്യോ വരെ വരാറുണ്ട്. അപ്പോൾ അതിലിപ്പോൾ എല്ലാ റേഷ്യോസും നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നു, കവർ ചെയ്യുക. അതിലേതെങ്കിലും 1-2 എണ്ണം ഞാൻ റിപ്പീറ്റായിട്ട് കാണുന്ന 1-2 എണ്ണം പറയാം. ഇപ്പോൾ സോൾവെൻസി റേഷ്യോ എന്താണ്, അതുപോലെ തന്നെ PE റേഷ്യോ എന്താണ്, PE റേഷ്യോ എന്താണ്, ദെൻ ലിക്വിഡിറ്റി റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ എന്താണ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്താണ്, ലിവറേജ് റേഷ്യോ എഴുതാൻ വേണ്ടിയിട്ട് പറയും. ലിവറേജ് റേഷ്യോ എന്താണ്, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണ്,
അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റായിട്ട് കാണാറുള്ള കുറച്ച് റേഷ്യോ ഡീറ്റെയിൽസ് ആണ്. അതുപോലെ തന്നെ EPS എന്താണ്, EPSൻ്റെ പ്രോബ്ലം നോക്കി വെച്ചോളൂ. EPS എന്താണ്? അപ്പോൾ റേഷ്യോയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഈ പറയുന്നതിൻ്റെ തിയറി ചോദിക്കാറുണ്ട്. സോൾവൻസി, പി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിങ്, ലിവറേജ്, ഡെറ്റ് ഇക്വിറ്റി, ലിക്വിഡിറ്റി റേഷ്യോ, ഇതൊക്കെ റിപ്പീറ്റായിട്ട് കാണാറുള്ള കുറച്ച് റേഷ്യോസ് ആണ്. അതുപോലെ തന്നെ EPS. ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിൽ വരാറുള്ളത് റേഷ്യോയുടെ റിലേറ്റ് ചെയ്തിട്ട് റേഷ്യോ തരും. ദെൻ അതിൽ നിന്ന് നമ്മുടെ അടുത്ത് ചിലപ്പോൾ കറണ്ട് അസറ്റ്, കറണ്ട് ലൈബിലിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ടൈപ്പ് പ്രോബ്ലം വരാറുണ്ട്. റേഷ്യോ തരും, അതിൽ നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ ഐറ്റംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് നോക്കണം. ദെൻ നെക്സ്റ്റ് വരാറുള്ളതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്, റിപ്പീറ്റ് ചോദ്യത്തിലുള്ളതാണ്. പിന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ചിലപ്പോൾ ഒബ്ജക്റ്റീവ്സ് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുക, അതല്ലെങ്കിൽ ഇത് എന്താണെന്നായിരിക്കും ചോദിക്കുക. നെക്സ്റ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ എന്താണ്. ദെൻ നെക്സ്റ്റ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് എക്സ്പ്ലെയിൻ എനി 4 സോഴ്സസ് ഓഫ് ഫണ്ട്, ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോയിൽ ക്യാഷ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്താണ്. അതുപോലെ തന്നെ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസോ, ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസോ, ഇതിലേതെങ്കിലും ഒരെണ്ണം കേട്ടോ വരാറുണ്ട്. ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നു കേട്ടോ. അതാണ് മറ്റൊരു ചോദ്യം. ദെൻ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ചോദിച്ചിട്ടുള്ളതാണ് ഇതിനായിട്ട് മുമ്പ്. നമുക്ക് ഫണ്ട് ഫ്ലോയിലും ക്യാഷ് ഫ്ലോയിലും ഉള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആസ് എ നോൺ കറൻറ്റ് ലയബിലിറ്റി, ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പഠിച്ചിട്ടുള്ളതാണ്, അപ്പോൾ അതും നോക്കി വയ്ക്കുക. പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് എന്താണെന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ, ക്യാഷ് ഫ്ലോയിലുള്ളതാണ്. വാട്ട് ഡു യു മീൻ ബൈ ക്യാഷ് ഈക്വലൻ്റ് നോക്കിക്കോളോ. ക്യാഷ് ഈക്വലൻ്റ് 2 മാർക്സിൻ്റെ വന്നിട്ടുള്ളതാണ്. ഇനി റിപ്പീറ്റായിട്ട് വരാറുള്ള കുറച്ച് ചോദ്യങ്ങൾ മാർജിനൽ കോസ്റ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മാർജിനൽ കോസ്റ്റ് എന്താണ്, മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്താണ്, PE റേഷ്യോ അല്ല PV റേഷ്യോ, നടത്തത് മറ്റേതിൽ PV റേഷ്യോ എന്താണ്, BP എന്താണ്, അതിൻ്റെ തിയറി
ആയിട്ടും ചോദിക്കാറുണ്ട്, പ്രോബ്ലം ആയിട്ടും വരാറുണ്ട്. പിന്നെ സി വി പി അനാലിസിസ് റിപ്പീറ്റാണ്. സി വി പി, ബി ഇ പി ഇതൊക്കെ റിപ്പീറ്റാണ്. കോൺട്രിബ്യൂഷൻ എന്താണ് റിപ്പീറ്റാണ്. പിന്നെ ഇതിലേതെങ്കിലും ഒന്നിൻ്റെ പ്രോബ്ലം വരാറുണ്ട് കേട്ടോ. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റിയോ പി വി റേഷ്യോ, ബി ഇ പി, സി വി പി ഇതിൻ്റെ കാൽക്കുലേഷനെ റിലേറ്റ് ചെയ്തിട്ടൊരു പ്രോബ്ലവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ തിയറിയും ചോദിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടിലേക്കും പഠിക്കുക. പിന്നെ നെക്സ്റ്റ് കീ ഫാക്ടർ എന്താണ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെ ആണ് നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നോക്കാൻ പറഞ്ഞു. മാർജിനൽ കോസ്റ്റ്, സോഴ്സ് ഓഫ് ഫണ്ട്, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റു ചോദ്യങ്ങളാണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ നിന്ന് ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്, റേഷ്യോയിൽ നിന്നൊരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ടോട്ടൽ 15 ചോദ്യത്തിൽ 13 തിയറിയും 2 പ്രോബ്ലംസാണ് സാധാരണ കണ്ടുവരാറ്. ഒരു ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. മാർജിനൽ കോസ്റ്റിങ്ങിൽ ഞാൻ പറഞ്ഞു ഈ ടേമുകളൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. മാർജിൻ ഓഫ് സേഫ്റ്റി, പി വി റേഷ്യോ, ബി പി, സി വി പി അനാലിസിസ്, കോൺട്രിബ്യൂഷൻ, ഇതിൻ്റെയൊക്കെ ചെറിയ പ്രോബ്ലംസും നമ്മൾ 2 മാർക്സിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന തിയറി ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ മാർജിനൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ബേസിക്സ് നോക്കുക, ലിമിറ്റേഷൻസ് ഒക്കെ നോക്കി വയ്ക്കുക. സെക്കൻഡ് ചാപ്റ്ററിലാണ് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, അതിൻ്റെ അനാലിസിസ്, എക്സ്റ്റേണലി, ഇൻറ്റേർണലി, ഇൻ്റർഫേം, ഇൻട്രാഫേം, പിന്നെ ട്രെൻഡ്, കോമൺ സൈസ്, കമ്പാരറ്റീവ്, ഇതിലേതെങ്കിലും ഒരെണ്ണം, പിന്നെ റേഷ്യോയിൽ ഏതെങ്കിലും 1 or 2 ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ പറയുന്ന റേഷ്യോസ് ഒക്കെ നോക്കുക. സോൾവൻസി, പി ഇ റേഷ്യോ, ലിക്വിഡിറ്റി, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ലിവറേജ് റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി, ഇ പി എസിൻ്റെ കാൽക്കുലേഷൻ, ഇതൊക്കെ നോക്കുക. റേഷ്യോ തന്നിട്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്, റേഷ്യോ തന്നിട്ട് കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലം വരാറുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്, പിന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൻ്റെ തിയറി അതെന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്, പിന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്താണ്, ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ എന്താണ്, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, 4 സോഴ്സസ് ഓഫ് ഫണ്ട്, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, പിന്നെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ട്രീറ്റ്മെൻറ്റ്, ക്യാഷ് ഈക്വലൻ്റ് എന്താണ്, പിന്നെ മാർജിനൽ കോസ്റ്റ് എന്താണ്, മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, ഈ പറയുന്ന ടൈമുകളൊക്കെ, മാർജിൻ ഓഫ് സേഫ്റ്റി, പി വി റേഷ്യോ, ബി ഇ പി, സി വി പി, കോൺട്രിബ്യൂഷൻ, ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കുക, കീ ഫാക്ടർ എന്താണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഇതാണ്. ദെൻ അതിനുശേഷം എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ്. ആൻഡ് ഫൈനലി ഇത്. ഓക്കെ, സോ ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളും ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.